ലീഗാണ് SNDPയും NSSനെയും തമ്മിൽ ഭിന്നിപ്പിച്ചതെന്നാണ് വെള്ളാപ്പള്ളി. അതിനകത്ത് ശരിയല്ല. അതിന് പ്രധാന ഘടകമായി സംവരണമാണ്. അപ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ വേറൊരു വശം മറുഭാഗത്ത് നിന്ന് ശക്തമായി നിൽക്കുന്നത് ലീഗിൽ. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളൂ. പ്രതിപക്ഷ നേതാവ് ഇന്നും ഈ വർഗീയതയ്ക്കെതിരായ ശക്തമായ നിലപാടാണ് താൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയും അത് പറയാനില്ല. അതാണ് ഞാനിപ്പം മുമ്പേ പറഞ്ഞ കാര്യം മാത്രം. സമുദായ സംഘടനകളെ തിണ്ണ നിറങ്ങരുത് നേതാക്കന്മാര് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെ പോയി എന്നല്ലേ അതിന് മനസ്സിലാക്കേണ്ടത്. ആര് അല്ല, അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നെ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, എൻ്റെ സ്ഥാനമോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയോ നോക്കാതെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് പറയത്തില്ല. പക്ഷെ ഞങ്ങളത് ക്ഷമിച്ചു. കാരണം എന്താണെന്ന് അറിയാം, പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കസേരയിലിരിക്കുന്ന ആ സ്ഥിതിക്ക് നമ്മളതിന് മറുപടി പറയുന്നത് ശരിയല്ല. നമ്മളത് പൊറുക്കണം. അതാണ് അതിൻ്റെ ശരി. അദ്ദേഹം പ്രായമാത സാഹചര്യത്തിൽ ഇതുപോലെ പറയും ആധികാരികതയോടെ. അത് നമ്മളത്ര കണക്കിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ, അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായം വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞങ്ങൾ ഇന്നലെ അറിയുന്ന കാര്യമല്ലേ ഇത്. അതിനി അതിൻ്റെതായ വഴിക്ക് അവരാവശ്യപ്പെട്ടുണ്ട്. അവർ ചാനലിൽ കൂടെ പറഞ്ഞു അവർ 21-ാം തീയതി കൂടി ആലോചിക്കും പറഞ്ഞു. അതിനുശേഷം NSSുമായിട്ട് ആശയപരമായിട്ട് ഞാൻ ഇതിനോട് യോജിക്കുന്നു. NSSും ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നും. SNDP NSS അയക്കാം. എന്തോ ഈ ആശയം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശയവുമില്ല. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എല്ലാവരുമായിട്ടും അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നല്ലോ. പിന്നെ ഇതിനങ്ങനെ ആശയം വന്നു. ഞങ്ങൾക്ക് അവരുമായിട്ട് എതിർപ്പില്ലായിരുന്നു. SNDPയുമായിട്ടോ വെള്ളാപ്പള്ളി നടേശനുമായിട്ടോ എതിർപ്പില്ലായിരുന്നു. സുകുമാരൻ നായർക്കോ അല്ലെങ്കിൽ NSSനോ എതിർപ്പില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട്